മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ വിജ്ഞാന സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഹസനുൽ ബസ്രി തങ്ങളെ, നാട്ടിൽ മഴയില്ല, വരൾച്ചയാണ്, ക്ഷാമമാണ്, ദുആ ചെയ്യണം. ആ നേരത്ത് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, ഇസ്തഗ്ഫിരില്ലാഹ്, നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിച്ചോളൂ. ആ മനുഷ്യൻ പോയി. കുറച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും മറ്റൊരു മനുഷ്യൻ കടന്നു വന്നു. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിനോട് ആ മനുഷ്യൻ പറഞ്ഞു, ഹസനുൽ ബസ്രി തങ്ങളെ, വല്ലാത്ത പട്ടിണിയാണ്, വല്ലാത്ത ദാരിദ്ര്യമാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, പട്ടിണി കിടക്കുകയാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ആ മനുഷ്യനോടും ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ, നന്നായി അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോളൂ. പിന്നീട് കുറച്ചു സമയത്തിനു ശേഷം മറ്റൊരു മനുഷ്യൻ പറഞ്ഞു, ഹസനുൽ ബസ്രി തങ്ങളെ, മക്കളില്ല, എൻ്റെ ഭാര്യയ്ക്ക് കുട്ടികളുണ്ടായിട്ടില്ല, ദുആ ചെയ്യണം. ആ നേരത്തും മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ആ വന്ന മനുഷ്യനോടും പറഞ്ഞു, ഇസ്തഗ്ഫിരില്ലാഹ്, നീയും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചോളൂ, നന്നായി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ മഹാന്മാരായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ സദസ്സിലുണ്ടായിരുന്ന അവിടുത്തെ ശിഷ്യന്മാർ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, പ്രിയപ്പെട്ട ഉസ്താദെ, 3 ആളുകൾ 3 കാര്യങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നപ്പോൾ എല്ലാവർക്കും ഒരൊറ്റ ഉത്തരമാണ് അങ്ങ് നൽകിയത്. എല്ലാവരോടും ഇസ്തിഗ്ഫാർ ചൊല്ലാനാണ് നിങ്ങൾ പറഞ്ഞത്. മക്കളില്ല എന്ന് പരാതി പറഞ്ഞവരോട്, ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞവരോട്, മഴയില്ല എന്ന് പറഞ്ഞവരോട് നിങ്ങൾ പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കാനാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ എന്ന വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ഓതി കൊടുക്കുകയാണ്. ഇസ്തിഗ്ഫാർ എല്ലാത്തിനുമുള്ള പരിഹാരമാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് അല്ലാഹുവിനോട് ആവശ്യപ്പെടുക. അത് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിട്ടാണ് മഹത്തുക്കൾ പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ, ആകാശ ലോകത്തിൽ നിന്നും മഴവെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇറക്കിത്തരും. വയുംദിദുക്കും ബിഅംവാലിൻ, നിങ്ങൾക്ക് മക്കളെ കൊണ്ട് നിങ്ങളെ സഹായിക്കും, സമ്പത്ത് കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകും എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി നമ്മോട് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ റമളാൻ ഷരീഫിന്റെ മഗ്ഫിറത്തിന്റെ 10 പാപമോചനത്തിന്റെ 10 നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അല്ലാഹുവിനോട് കൂടുതൽ ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടേയിരിക്കുക. കാരണം അല്ലാഹു എപ്പോഴും നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, മനുഷ്യനാണെന്ന് നമ്മളൊക്കെ, നമ്മളിൽ നിന്ന് പാപങ്ങളും അരുതായ്മകളും വന്നുകൊണ്ടിരിക്കും. അതൊക്കെ പൊറുക്കാൻ അല്ലാഹു എപ്പോഴും സന്നദ്ധനാണ്. പൊറുക്കലിനെ ചോദിക്കുന്ന അടിമകളോടാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലാഹു യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ ദോഷം ചെയ്യുന്ന ആളുടെ പാപങ്ങൾ പൊറുക്കാൻ രാത്രി അല്ലാഹു കരങ്ങൾ നീട്ടിവെച്ചിരിക്കുകയാണ്. ഇന്നല്ലാഹു യബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ, രാത്രിയുടെ ഇരുൾ മൂടിയ ഘട്ടങ്ങളിൽ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ അവരുടെ ദോഷം പൊറുക്കാൻ പകലിലും അല്ലാഹു തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അവന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളാവാൻ നമ്മൾ ശ്രദ്ധ